വമ്പൻ വാഗ്ദാനങ്ങളുമായാണ് UDFന്റെ പ്രകടന പത്രികയും പുറത്തിറക്കിയത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രേവന്ത് റെഡ്ഡിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ശബരിമല ആചാര സംരക്ഷണ നിയമം, സാമൂഹിക ക്ഷേമ പെൻഷൻ അവകാശമാക്കൽ, റബ്ബർ താങ്ങുവില 300 രൂപയാക്കൽ എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയാണ് പ്രകടന പത്രിക. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ, സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, നമുക്കറിയാം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 5+1 ഗ്യാരണ്ടി, 6 ഗ്യാരണ്ടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്തൊരു തയ്യാറെടുപ്പാണ്. 2 വർഷമായി നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുകയും ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത വകുപ്പുകൾ ഞങ്ങൾ ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് ഞങ്ങൾ മാനിഫെസ്റ്റോയ്ക്ക് അപ്പുറം വലിയ തോതിൽ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തി, ഹെൽത്ത് കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി. ഞങ്ങൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ്സും ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, അതുപോലെ വിദ്യാഭ്യാസം. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഇതിന്റെ ഈ മാനിഫെസ്റ്റോയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോഗ്യ രേഖയും വിദ്യാഭ്യാസ രേഖയും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചില സ്വപ്ന പദ്ധതികൾ എന്ന് വെച്ചാൽ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ട്രോളിയല്ല, അതും തയ്യാറാക്കിയ പദ്ധതികൾ.